ഹായ് ഡിയേഴ്സ്, അപ്പോൾ ഇത് പൊന്നൂട്ടൻ്റെ ന്യൂ ബോൺ ഫോട്ടോഷൂട്ട് ഡേ ആണ് കേട്ടോ. ആ ഒരു വിശേഷങ്ങളൊക്കെയാണ് കാണുന്നത്. അപ്പോൾ ഇത് എല്ലാ സാധനങ്ങളും സെറ്റായിട്ടാണ് വന്നിട്ടുണ്ടായിരുന്നത്. ഞങ്ങൾ 2 തീമായിരുന്നു സെലക്ട് ചെയ്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഫസ്റ്റ് ഡ്രസ്സ് ചേഞ്ച് ചെയ്യുകയാണ്. അപ്പോൾ മൊബൈലിൽ ഒരു മ്യൂസിക് ഉണ്ട്, വൈറ്റ് നോയ്സിൻ്റെ ഒരു മ്യൂസിക് ഇടുമായിരുന്നു ഫോണിൽ. അപ്പോൾ അത് ഫസ്റ്റിൽ ഇങ്ങനെ കേൾക്കുന്നത് കൊണ്ട് ആയിരിക്കാം നല്ല ഉറക്കമായിരുന്നു. നേരത്തെ ഉറക്കിയാണ് കയ്യിൽ കൊടുത്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഫസ്റ്റ് ഡ്രസ്സ് ചേഞ്ച് ചെയ്തിട്ട് ഫസ്റ്റ് തീം എന്ന് പറയുന്നത് ഒരു യെല്ലോ റാപ്പ് ചെയ്തിട്ടുണ്ടായിരുന്ന ഒരു തീമായിരുന്നു. അത് ചേഞ്ച് ചെയ്യുമ്പോഴത്തേക്കും മോൻ കുറച്ചൊക്കെ ഒന്ന് അനങ്ങുന്നുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ എഴുന്നേക്കുമോ പേടിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ എഴുന്നേറ്റൊന്നുമില്ല, ഭയങ്കര കംഫർട്ടബിളായിരുന്നു കേട്ടോ മോൻ. അതുകൊണ്ട് തന്നെ ഒന്നും പേടിക്കുന്നില്ലായിരുന്നു. അപ്പം റാപ്പ് ചെയ്യുന്നതായാലും നല്ല സർവീസായിരുന്നു. ഞങ്ങൾ ഇൻസ്റ്റയിൽ നിന്നാണ് സെലക്ട് ചെയ്തിട്ടുണ്ടായിരുന്നത്. അങ്ങനെ പൊന്നൂട്ടൻ നല്ല ഉറക്കമാണ് കേട്ടോ. അപ്പോൾ ഫോണിൽ ആ മ്യൂസിക്കൊക്കെ കേട്ടിട്ട് നല്ല ഉറക്കമായിരുന്നു. അപ്പോൾ ഫസ്റ്റ് പറഞ്ഞിരുന്നതും ഈ യെല്ലോ റാപ്പ് ചെയ്യുന്നതിനകത്ത് യെല്ലോ തീമിൽ പറഞ്ഞിരുന്നത് എന്താണെന്ന് വെച്ചാൽ, അപ്പോൾ കൈ പുറത്ത് വെച്ചിട്ട് റാപ്പ് ചെയ്യുക. അപ്പോൾ അതിൽ കൈക്കുള്ളിൽ ഡോളിനെ വെച്ചിട്ട് മോന് ഉറങ്ങുന്ന ആ ഒരു ഫോട്ടോ എടുക്കാമെന്ന് വെച്ചിട്ടായിരുന്നു. അപ്പോൾ അത് 30th ഡേ ആയതുകൊണ്ട് തന്നെ നല്ല ആക്റ്റീവ് ആകുന്നൊരു സമയം ആയതുകൊണ്ട് കൈയൊക്കെ എടുക്കുവാണെങ്കിൽ അങ്ങനെ എടുക്കാൻ പറ്റത്തില്ല എന്ന് നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഞാൻ ആ ഒരു ടെൻഷനിലായിരുന്നു, എഴുന്നേൽക്കുമോ എന്നൊക്കെ വെച്ചിട്ട്. അപ്പോൾ അതിലൊന്നും പ്രശ്നം ഉണ്ടായിരുന്നില്ല. മോൻ നല്ല ഉറക്കമായിരുന്നു. പിന്നെ റാപ്പ് ചെയ്യുന്നതൊന്നും മോൻ അറിഞ്ഞിരുന്നതേ ഇല്ല. അതുകൊണ്ട് തന്നെ ഭയങ്കര കെയർ ചെയ്ത് നല്ലൊരു സർവീസായിരുന്നു കേട്ടോ. അപ്പോൾ കെയർ ചെയ്ത് മോൻ ഭയങ്കര കംഫർട്ടബിളായിരുന്നു. അപ്പോൾ അതുപോലെ തന്നെ മോനെ കിടത്തിയതും ഒന്നും അവനും അറിഞ്ഞിട്ടില്ല. സാധാരണ ഞാൻ ഉറക്കി കിടത്തുമ്പോഴത്തേക്കും അപ്പോഴും ഉണരുന്ന ആളാണ്. അങ്ങനെ എല്ലാം സെറ്റ് ചെയ്തു. ഇനി ഡോള് കൂടി വെച്ചാൽ മതി. അപ്പോൾ ഡോള് കയ്യിൽ വെക്കുന്നുണ്ട്. അമ്മയും നോക്കിയിരിക്കുമായിരുന്നു കേട്ടോ. അമ്മയ്ക്കും ടെൻഷനായിരുന്നു, ഇനിയിപ്പോൾ എഴുന്നേൽക്കുമോ എന്നുള്ളൊരു ടെൻഷനിലായിരുന്നു അമ്മയും. പക്ഷെ മോൻ എഴുന്നേറ്റൊന്നുമില്ല കേട്ടോ. കണ്ണ് തുറന്നോ നോക്കിയൊന്നുമില്ല, നല്ല ഉറക്കമായിരുന്നു. അപ്പോൾ ഇത് ഡോള് വെക്കുന്നുണ്ട് കയ്യിൽ. പതിയായിരുന്നു കേട്ടോ ഡോൾക്ക് വെച്ചത്. ഭയങ്കര നല്ല രസമായിരുന്നു സർവീസും കാര്യങ്ങളും എല്ലാം. അപ്പോൾ ഇത് ലൈറ്റൊക്കെ ഓൺ ചെയ്തിട്ടുണ്ട് ഫോട്ടോ എടുക്കാനായിട്ട്. ലൈറ്റ് ഓൺ ഒന്നും അറിഞ്ഞിട്ടില്ല കേട്ടോ. ആൾ നല്ല ഉറക്കമായിരുന്നു. എല്ലാം സെറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഫുള്ള് എല്ലാം സാധനങ്ങളൊക്കെ അവർ തന്നെ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇതേ ഫോട്ടോസ് എടുക്കുകയാണ്. എനിക്ക് ഭയങ്കര ആഗ്രഹമായിരുന്നു കേട്ടോ ഇങ്ങനെ ഡോള് വെച്ചിട്ട് മോനിരിക്കുമ്പോൾ ഉള്ള ഫോട്ടോസ് എടുക്കണം എന്നുള്ളത്. അപ്പോൾ അതെന്തായാലും നടന്നു. അങ്ങനെ ഇതേ സെക്കൻഡ് തീമെന്ന് പറയുന്നത് വൈറ്റ് ആണ് കേട്ടോ. അത് ഫുള്ള് കവർ ചെയ്തിട്ട് ഒരു ക്യാപ്പുണ്ട് തലയിൽ. അങ്ങനെ അതൊക്കെ വെച്ചിട്ട് കിടക്കുന്ന ഒരു ഫോട്ടോസാണ്. അപ്പോൾ അതിനുള്ള ഫുള്ള് സെറ്റിങ്സാണ് കേട്ടോ ഇപ്പോൾ മാറ്റിക്കൊണ്ടിരിക്കുന്നത്. ഈ ഒരു ഡ്രസ്സ് ചേഞ്ച് ചെയ്തപ്പോഴേക്കും ഒന്ന് ചെറുതായിട്ട് ഉണരുന്ന പോലൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഭാഗ്യത്തിന് അങ്ങനെ വലിയതായിട്ട് ഉണർന്നില്ല. വീണ്ടും ആൾ ഉറക്കത്തിലോട്ട് തന്നെ പോയി. ആ ഒരു മ്യൂസിക് കേൾക്കുന്നത് കൊണ്ട് ആയിരിക്കാം നല്ല ഉറക്കമായിരുന്നു കേട്ടോ. അപ്പം ഭയങ്കര കാമായിട്ട് ഞങ്ങളൊന്നും ഒരു സൗണ്ട് ഒന്നും ഉണ്ടാക്കാണ്ട് ഇങ്ങനെ നോക്കി നിൽക്കുകയായിരുന്നു കേട്ടോ. അങ്ങനെ ഇത് അടുത്ത തീമിനുള്ളതെല്ലാം സെറ്റ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഞങ്ങൾക്ക് സജസ്റ്റ് ചെയ്യാം കേട്ടോ, ഇപ്പോൾ എങ്ങനെ വേണം എന്നുള്ളതും ഏത് തീമാണെന്ന് നേരത്തെ സെലക്ട് ചെയ്യാം. അപ്പോൾ അതിനുള്ള സാധനങ്ങളൊക്കെ കൊണ്ടുവന്നിട്ടുണ്ട്. ഞങ്ങളുടെ ഒരു ബഡ്ജറ്റിൽ നിന്നതും അതുപോലെ തന്നെ വർക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടതും ഇവരുടേതാണ് കേട്ടോ. അപ്പോൾ അങ്ങനെ സെലക്ട് ചെയ്തിട്ടുണ്ടായിരുന്നതാണ്. ഇൻസ്റ്റയിലാണ്, സ്റ്റോറി ബേർഡ് ഫോട്ടോഗ്രാഫിയാണ് കേട്ടോ ഇൻസ്റ്റയിൽ പേജ്. അപ്പോൾ നല്ലൊരു സർവീസായിരുന്നു. അപ്പോൾ വീഡിയോയും വിശേഷങ്ങളും എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ ഫോട്ടോസുമായിട്ട് അടുത്ത വീഡിയോയിൽ കാണാം. ബൈ ബൈ.